ഗുഡ് മോർണിംഗ്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 85 പോയിൻ്റ് ഡൗൺ ആണ്. എന്താണെന്ന് ഉള്ളിലേക്ക് വരാം. ഇത് തന്നെ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു കാര്യത്തിൽ പറഞ്ഞു നിർത്താം, മറ്റുള്ളിലേക്ക് വരാം. ഇന്നലെ പോസിറ്റീവാണ്, ഇന്ത്യയിലെല്ലാം പോസിറ്റീവ് ന്യൂസാണ്. അപ്പോൾ മാർക്കറ്റ് ഇന്ന് കാലത്തും കയറ്റി ഓപ്പൺ ചെയ്യാണ്ടാണ്. അപ്പോൾ കയറ്റി ഓപ്പൺ ചെയ്യേണ്ട ബിസിനസ്സിൽ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ന്യൂസ് വന്നപ്പോൾ, വളരെയധികം മോശമായ നെഗറ്റീവ് ന്യൂസ് വന്നപ്പോഴാണ് അത് താഴത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന മാർക്കറ്റിൽ എപ്പോഴും സംഭവിക്കുക, ഒരടി കഴിഞ്ഞ് കുറച്ചും കൂടി അടി കഴിഞ്ഞിട്ട് റിക്കവർ ചെയ്യാനുള്ള സാധ്യത കൂടും കേട്ടോ. റിക്കവർ ചെയ്യാൻ സാധ്യത കൂടും. കാരണം തന്നെ ഓൾറെഡി മാർക്കറ്റ് ന്യൂസിനെ ബേസ് ചെയ്ത് താഴ്ത്തു വന്ന് റിക്കവർ ചെയ്യും. പക്ഷേ ഒരിക്കലും ഈ ഇന്നലത്തെ ഹൈ കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനുശേഷം നമ്മൾ ക്രൂഡിൻ്റെ റേറ്റ് എങ്ങാനും വീണ്ടും 120 നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും അടുത്തൊരു കർഷണം വരും. നാളെ മെയ്ദിനായിട്ട് മാർക്കറ്റ് ലീവാണ്, അതും മനസ്സിലാക്കുക. ബാക്കി അടുത്തേക്ക് വരാം. അടുത്തത് ക്ലാരിറ്റി ഇല്ലാതെ, ട്രംപിൻ്റെ സൈഡിൽ നിന്നുള്ള ക്ലാരിറ്റി ഇല്ലാത്തൊരു ന്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, ട്രംപ് ഹോർമോസ് ബ്ലോക്ക് ചെയ്യുന്നു, കണ്ടിന്യൂസ് ബ്ലോക്ക് ചെയ്യുന്നു പറയുന്നു. ന്യൂക്ലിയർ പ്ലാനിൽ ക്ലാരിറ്റി വന്നില്ല എന്നൊക്കെ പറയുന്നു. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, വേറെ എന്തൊക്കെയോ കാര്യങ്ങളും കൂടി പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി ബുദ്ധിമുട്ടിപ്പിക്കും ഇറാനെ, അല്ലെങ്കിൽ ഹോർമോസ് ഏരിയനെ, അല്ലെങ്കിൽ ഗൾഫിനെ എന്നുള്ള നിലപാട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ക്രൂഡ് ഓയിൽ ആണല്ലോ അതിൻ്റെ ഒരു മൂവ്മെൻറ്റിനെ ബാധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ക്രൂഡ് ഓയിൽ കയറും എന്നുള്ളത് നിങ്ങൾ കാണുന്നതാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ മാർക്കറ്റ് എവിടെ നിന്നാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ബ്രൺ ക്രൂഡിൻ്റെ നിങ്ങൾ റേറ്റ് കണ്ടാൽ ഇപ്പോൾ അറിയാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബ്രൺ ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ സെക്ഷനിൽ പോയി കാണാം. ഓക്കെ, ഇപ്പോൾ 121 ഏകദേശം 113 114 നിന്ന് ഒറ്റ ജമ്പാണ്. ഓക്കെ, 121. അപ്പോൾ ഒരു കാര്യം തീരുമാനമായി, അമേരിക്കയുടെ തീരുമാനങ്ങൾ ഇറാനെതിരാണ്, ഹോർമൂസിനെതിരാണ്. അതുകൊണ്ട് 120 ഇത്രയും രൂപ കയറുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് മാർക്കറ്റിൽ വലിയ ലോസാണ് ഏഷ്യൻ മാർക്കറ്റിന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എഫക്റ്റ് ഇനി വൈകുന്നേരം യൂറോപ്പ് മാർക്കറ്റിലേക്കൊക്കെ അത് അഗ്രസീവായിട്ട് മുന്നോട്ട് വരാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ക്രൂഡ് ഓയിൽ മുന്നോട്ട് പോകും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് നെഗറ്റീവായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ ഗോൾഡ് താഴത്തേക്ക് ആക്ടിവേറ്റ് ചെയ്യും. ഇതെല്ലാം നെഗറ്റീവ്. ഇന്ത്യയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്ത്യൻ റുപ്പി മോശമാവേണ്ട കേസും കൂടി ഇതിൽ വരുന്നുണ്ട്, റുപ്പി. അപ്പോൾ എന്നിട്ടും മാർക്കറ്റ് ഇന്ന് കാലത്ത് ഇപ്പോൾ ഒരു 80 പോയിൻ്റാണ് കാണിക്കുന്നത്. പക്ഷേ അതിൽ നിൽക്കാൻ സാധ്യതയില്ല, കുറച്ചും കൂടി ലോസിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മളെ കയ്യിലെ പൊസിഷൻ സെൽ ഓഫ് മിക്കവാറും കഴിഞ്ഞിട്ടാണ് റിക്കവറി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കാം. നമ്മുടെ കയ്യിൽ ആരെങ്കിലും പ്രോഫിറ്റിൽ പൊസിഷൻ കിടക്കണമെങ്കിൽ അത് ബുക്ക് ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റ് റിക്കവർ ചെയ്യുക. അപ്പോൾ അതാ ഒരു ടൈമിങ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിനുള്ളിൽ, അല്ലെങ്കിൽ ആ ഒരു മണിക്കൂറിനുള്ളിൽ ആ ഒരു സെല്ലിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് റിക്കവർ ചെയ്യും. പക്ഷേ അത് തിങ്കളാഴ്ചയ്ക്കും പോസിറ്റീവ് ആവാനുള്ള സാധ്യത ട്രംപിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് കൊണ്ട്, അല്ലെങ്കിൽ ക്രൂഡിൻ്റെ ഈ മൂവ്മെൻറ്റ് കൊണ്ട് നമ്മൾ പേടിക്കുന്നു. അപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസ് ഒന്ന് കൃത്യമായിട്ട് നോക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. അടുത്തൊരു ബുദ്ധിമുട്ട് 95 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പി. എല്ലാവരും ഇപ്പോൾ പേടിപ്പിച്ച് തുടങ്ങി 100ലേക്ക് പോകുന്നു. അപ്പോൾ ഇന്ത്യൻ റുപ്പി 95 കടന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ത്യൻ റുപ്പി ഡോളറിനെ അപേക്ഷിച്ച് മോശമാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് FII ഒന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ല, എന്നാലും പറയണം. FII ഇവിടുന്ന് വീണ്ടും എക്സിറ്റ് നടത്തും. ഓക്കെ, പറഞ്ഞാൽ അവരെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ അവർ ലോസ് ബുക്ക് ചെയ്യും. ഓക്കെ, അതിന് കാരണം അറിയാലോ, കാരണം വലിയ വാല്യുവേഷനാണ്. അപ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് പോലും അവരെ കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ ഇവിടുത്തെ നോക്കിയാൽ അറിയാം. ഞാനിപ്പോൾ ഇത് 1 ഇയറിൻ്റെ ചാർട്ടായിട്ടാണ്, 1 ഇയർ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിങ്ങനെ പോയി ഇതിപ്പോൾ ഹൈ അല്ലേ, ഹൈയിലേക്ക് പിടിച്ചിരിക്കുകയാണ്. ഹൈ ആയി, ഇത് ഭയങ്കര റിസ്ക് അല്ലേ. അപ്പോൾ ഇതൊരു ന്യൂസ് നെഗറ്റീവ് ആകുമ്പോൾ മാർക്കറ്റ് എന്താ സംഭവിക്കുക, ചിലപ്പോൾ വീണ്ടും ഒന്ന് ആദ്യം പറഞ്ഞ ചെറിയ വ്യത്യാസം, മാർക്കറ്റ് കാലത്ത് തന്നെ വലിയൊരു ക്രാഷ്, റിക്കവറി, അത് കഴിഞ്ഞുള്ള ക്രാഷ് പ്രതീക്ഷിക്കാവുന്നതാണ്. സൂക്ഷിക്കണം മാർക്കറ്റിൽ. ഇന്നലെ ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞു, ഇവിടുത്തെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇവിടുത്തെ എക്സിറ്റ് പോളൊന്നും ഒരു കുന്തമല്ല. എക്സിറ്റ് പോളൊക്കെ എക്സിറ്റായി എന്ന് പറഞ്ഞാൽ അതിലൊന്നും വലിയ കഥകളൊന്നുമില്ല. എക്സിറ്റ് പോളൊന്നല്ല ഇവിടെ മാർക്കറ്റിനെ നോക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതിൽ പ്രധാനമായിട്ട് ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിൽ താഴത്തേക്ക് വരുന്നു. ഇനി അടുത്ത പ്രശ്നം, ഇനിയെ സംബന്ധിച്ച് എന്തായാലും ഒരു കാര്യം തീർച്ചയായിട്ടും 2-ാം തീയതിക്ക് ഒരു 75-78 ബംഗാളിലെ ഇലക്ഷൻ നീട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഓയിൽ പ്രൈസ്
അല്ലെങ്കിൽ ഇവിടുത്തെ പെട്രോൾ പ്രൈസ് എന്തായാലും കയറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പെട്രോൾ പ്രൈസ് കയറ്റില്ല. ഏത് 2-ാം തീയതി വരെ. 2-ാം തീയതിയാണ് അടുത്ത ഇലക്ഷൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ പെൻഡിങ് ആയി നിൽക്കുന്ന ചില ഏരിയകളിലെ, പ്രത്യേകിച്ച് ബംഗാളിലെ, അവിടെയൊക്കെ എന്തോ ഡിസ്പ്യൂട്ട് നടന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പെൻഡിങ് നിൽക്കുന്നതുകൊണ്ട് അതുവരെ ഒന്നും ഇലക്ഷൻ സമയത്ത് ഒരു പെട്രോൾ ഹൈക്കൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല BJP ഗവൺമെൻറ്. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാവുന്നതാണ്. അത് അത്രേ വരുന്നുള്ളൂ എന്നുള്ളത് താൽക്കാല സമാധാനം. അടുത്തത് പ്രത്യേകിച്ച് പറയാനില്ല. ഈ വലിയ ന്യൂസിനുള്ളിൽ ചെറിയ ന്യൂസ് മുങ്ങിപ്പോയ പോലെയാണ്. ഫെഡിൻ്റെ മീറ്റിംഗിൽ അൺചേഞ്ച്ഡ് ആണ്. അങ്ങനെയെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും ഒരു ചേഞ്ചസ് ഇല്ലാണ്ട് ഹോൾഡ് ചെയ്തേക്കാണ്. അപ്പോൾ ആ ഒരു ന്യൂസിൽ നിന്നും നെഗറ്റീവ് ന്യൂസാണ് എങ്കിൽ തന്നെ അത്ര വലിയ പ്രധാനമില്ലാത്ത ന്യൂസായി മാറി ക്രൂഡുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ. അടുത്ത് ഞാൻ വീണ്ടും ഒന്ന് പരിചയപ്പെടുത്താണ് കുറച്ച് 100 ബാരലിൻ്റെയും 10 ബാരലിൻ്റെയും നമ്മൾ ക്രൂഡ് നമുക്ക് ബൈ ചെയ്യാനും സെല് ചെയ്യാനും നമുക്ക് അവൈലബിൾ ആണ് MCXൽ. ഓക്കെ, അപ്പോൾ MCXൽ നമുക്ക് ഫ്യൂച്ചർ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ വേണമെങ്കിൽ നമുക്ക് വാങ്ങാവുന്നതാണ്, ട്രേഡ് ചെയ്യാവുന്നതാണ്. ട്രേഡിങ് മാത്രമേ ഉള്ളൂ ക്രൂഡ് ഓയിലിൽ. ഓപ്ഷൻസും അതിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന സെക്ഷനാണ് ഫ്യൂച്ചേഴ്സ്. ഞാൻ വേണമെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഉള്ളിലേക്ക് പറഞ്ഞുതരാം. കോൺട്രാക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓയിലിൻ്റെ കോൺട്രാക്റ്റ് നിങ്ങൾക്ക് കാണാം. ജനുവരിയിൽ തന്നെ ഓരോ കോൺട്രാക്റ്റുകൾ ഏത് കോൺട്രാക്റ്റ് എടുക്കേണ്ടതെന്നുള്ളത് കാണാം. ക്രൂഡ് ഓയിലിൻ്റെ സിംബോൾ ഇതടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സമയം മൺഡേ ടു ഫ്രൈഡേ ഇത്ര ടൈമാണ് എടുക്കുന്നത്. 100 ബാരലിനുമാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഈ സിംബോളിൽ നിന്ന് ക്രൂഡ് ഓയിലിൽ നിന്ന് മാത്രം എഴുതിയത് 100 ബാരലാണ്. അപ്പോൾ 1 രൂപ മാറുമ്പോൾ 1 രൂപ അപ്പ് ആൻഡ് ഡൗൺസ് വന്നാൽ 100 രൂപയുടെ പ്രോഫിറ്റ് ലോസ് സംഭവിക്കും. അപ്പോൾ കുറച്ച് റിസ്ക്കിയാണ്, അറിയാമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും 100 രൂപയുടെ ഒരു ലോട്ടിന് 100 എടുക്കുന്ന പോലെയാണ്. അപ്പോൾ 1 രൂപ മാറുമ്പോൾ അത്രയും ക്യാഷ് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ അതൊന്നും മിനിമം മനസ്സിലാക്കാനുള്ള അത്രയേ ഉള്ളൂ. നമ്മൾ ക്രൂഡ് ഓയിലിൽ നിന്ന് അടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഇനി ഞാൻ ഇതിൻ്റെ ചെറിയൊരു ഇതിപ്പോൾ ക്രൂഡ് ഓയിൽ 100 ബാരലിൻ്റെ ആണെങ്കിൽ കുറച്ച് ചെറുതും കൂടിയും പറഞ്ഞുതരാം, പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ എല്ലാവർക്കും കുറച്ചും കൂടി നന്നായിട്ട് കളിക്കാൻ വരുന്ന ഒരു കൗണ്ടറാണ് ക്രൂഡ് ഓയിൽ മിനിന്ന് അടിക്കുക. നിങ്ങളുടെ സിംബോൾ ക്രൂഡ് ഓയിൽ മിനിന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് മൺഡേ ടു ഫ്രൈഡേ വരെ ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ സമയം വരെ നമുക്ക് ട്രേഡ് ചെയ്യാം. 9 മണി തൊട്ട് 10 ബാരലാണ് പറയുന്നത്. അപ്പോൾ 1 രൂപ മാറുമ്പോൾ 10 രൂപയുടെ പ്രോഫിറ്റ് ഓർ ലോസ് സംഭവിക്കും. ഓക്കെ, 1 രൂപയുടെ. അപ്പോൾ ഇത് നമുക്ക് ഒരു റിസ്ക് കുറച്ച് കുറഞ്ഞതാണ്. നല്ല അപ്പ് ആൻഡ് ഡൗൺസ് മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇത് ട്രേഡിംഗ് ആണ്. ട്രേഡിംഗ് താല്പര്യമുള്ളവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. ക്രൂഡ് ഓയിലിൻ്റെ മൂവ്മെൻറ്റ് ചെയ്യാവുന്നത് ഹെവി മൂവ്മെൻറ്റാണ്, നല്ല റിസ്ക് എടുക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഒരു പവർഫുള്ളായിട്ട് ഗെയിം കളിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങളിത് തട്ടിക്കളയാൻ പാടില്ല. ക്രൂഡ് ഓയിലിൻ്റെ മിനി എടുക്കുമ്പോൾ അതിൻ്റെ എക്സ്പയറി 14 മെയ്യിൻ്റെ ഉണ്ട്. 14 വരുന്ന ഫ്യൂച്ചർ കളിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഓപ്ഷൻ കളിക്കുന്നവർക്ക് അറിയാം. 14 മെയ്യാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ്. അതുപോലെ ജൂണിൻ്റെ ഉണ്ട്. അപ്പോൾ മെയ് 14 എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ 10 ദിവസത്തെ ട്രേഡിങ്ങിന് ഇത് മതി. അതല്ല കുറച്ചും കൂടി വേരിയേഷൻ കുറഞ്ഞിട്ട് എന്നാൽ റിസ്ക് കുറയ്ക്കണമെങ്കിൽ 16 ജൂണിലേക്കും പോകാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് ട്രേഡിനൊരു മെയ്യിൽ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നിങ്ങൾക്കറിയാം മാർക്കറ്റ് നിൽക്കുന്ന ഒരു വാല്യുവേഷൻ എന്ന് പറയുന്നത് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം. ഇതാണ് വാല്യുവേഷൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആ വാല്യുവേഷനോട് അടുത്തിട്ടുള്ള ഒരു നിങ്ങൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ. എന്താണോ വാല്യുവേഷൻ, ആ വാല്യുവേഷൻ്റെ അടുത്ത് കിടക്കുന്ന സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇൻ ദ മണി ആണ്. അപ്പോൾ ഇൻ ദ മണിയുള്ള സ്ട്രൈക്ക് 10.100 ഉണ്ട്, 10.150 ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കയറും എന്നുള്ള പ്രൈസ് കയറി പോകുന്നതിന് നമ്മൾ കോൾ ഓപ്ഷൻ എടുക്കുക, അല്ലെങ്കിൽ മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നുള്ളത് പുട്ട് ഓപ്ഷൻ എടുക്കുക എന്നുള്ളത് അറിയാം. അപ്പോൾ ഇത് ഈ റൈറ്റ് സൈഡ് രണ്ടും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കോളും പുട്ടും. ഇവിടെ കോൾ അവൈലബിൾ ആണ്, അതുപോലെ പി അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ നോക്കുക, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ട്രേഡിങ്ങിന് വലിയ വിഷയം വരുന്നില്ല. പിന്നെ 10ൻ്റെ ലോട്ടായതുകൊണ്ട് വലിയ പേടിക്കാൻ തന്നെ ഹെവി മൂവ്മെൻറ്റ് ഉണ്ടായാലും ഇത്രയേ വരുന്നുള്ളൂ എന്നൊരു കാൽക്കുലേഷൻ ആയിരിക്കാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കി, ഇവിടെ 10 എന്നുള്ളതിൻ്റെ എഫക്റ്റ് 100ൻ്റെയാണ്. കാരണം ഇന്ത്യൻ റുപ്പി 100 അടുപ്പാണ്. ഇത് മൂവ്മെൻറ്റ് മനസ്സിലാക്കുക. ഒത്തിരി മൂവ്മെൻറ്റ് ഉണ്ടാവും, പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത് കളിക്കാം. പക്ഷേ നല്ല ട്രേഡറെ സംബന്ധിച്ച് നല്ല സെക്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ് കേട്ടോ. നല്ല സെക്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതും പ്രധാനം. ഇവിടെ നമുക്ക് സ്റ്റോക്സിനേക്കാളും നല്ലത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി അത് എടുക്കുന്ന പോലെ തന്നെ നമുക്ക്
ക്രൂഡ് ഓയിലും എടുക്കാവുന്നതാണെന്ന് പറഞ്ഞെന്ന് മാത്രം. ഇതിലേക്ക് റിസ്ക് എടുത്തുള്ള ട്രേഡിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് എൻട്രി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ സുഖമായിട്ട് ഇതിലേക്ക് വരാം കേട്ടോ. അപ്പോൾ അത് പറഞ്ഞു തന്നുള്ളൂ. നാളെ മുടക്കാണ് മാർക്കറ്റിൻ്റെ, 3 ദിവസം കാത്തിരിക്കണം. അപ്പോൾ മാക്സിമം ക്രൂഡ് ഓയിൽ ചെയ്യുന്നതായിക്കോട്ടെ, നിഫ്റ്റി ചെയ്യുന്നവരായിക്കോട്ടെ, പോസ്റ്റ് കട്ട് ചെയ്തിട്ട് പോകാനായിരിക്കും നല്ലത്. ഓക്കെ, ബൈ.